ഇന്ന് ആ ഒരു പ്രോമോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില തോട്ട്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. പ്രോമോ കണ്ടപ്പോൾ മുതലൊന്നുമല്ല, കുറച്ച് നാളായിട്ട് തന്നെ ഈ ഒരു തോട്ട്സ് ഉണ്ട് മൈൻഡിന്റെ അകത്ത്. അത് പറയാം. ചിലപ്പോൾ എന്റെ മാത്രം തോട്ട്സ് ആയിരിക്കും. ഞാൻ പറയുന്നത് മുഴുവനായിട്ട് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമന്റ് ഇടുക. സിജോയെ പുറത്താക്കുന്നതോടെ ശശി കോംബോയും പിന്നെ അവരുടെ സോ കോൾഡ് 24/7 ഗെയിമിംഗ് ടീമിന്റെ അവസാനമായി. ഇപ്പം സായി ഔട്ടായി, നന്ദന പോയി, ഇപ്പം സിജോയും പോയി. ആ ഒരു ടീം മൊത്തത്തോടെ ഔട്ടായി. നോറയെ പുറത്താക്കുന്നതോടെ ഇൻഡിവിജ്വൽ ഗെയിമറായിട്ട് ആകെ ഒരു ജിൻഡോ മാത്രമേ കാണത്തുള്ളൂ. ഇവര് രണ്ടുപേരും ഔട്ടായ പിന്നെ ടോപ്പ് 6 ആണ്. മിഡ് വീക്ക് വെച്ച് ഋഷിയും കൂടി പുറത്താക്കിയ പിന്നെ ജിൻഡോ, ജാസ്മിൻ, അർജുൻ, ശ്രീതു, അഭിഷേക് മാത്രമാവും ബാക്കി. ടോപ്പ് 5 ആയി. അതിൽ അടുത്ത ആഴ്ച അഭിഷേകും നോമിനേഷനിൽ വരും. അർജുന്റെയും ശ്രീതുവിന്റെയും വോട്ടുകൾ സ്പ്ലിറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് സാധ്യതയുണ്ട്. അർജുന്റെ കുറെ വോട്ട് ശ്രീതുവിനും, ശ്രീതുവിന്റെ കുറെ വോട്ട് അർജുനും. അതേപോലെ തന്നെ ജിൻഡോ, അഭിഷേക് മ്യൂച്വൽ ഫാൻസ് ആയിട്ടുള്ളവര് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതോടെ നമ്മുടെ ഷോ ഡയറക്ടർ അണ്ണൻ പ്രതീക്ഷിച്ച അതേ വഴിക്ക് കാര്യങ്ങൾ നടക്കും. ജാസ്മിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ആയില്ല എന്ന് പറഞ്ഞ് ജാസ്മിൻ ഈ സീസൺ അങ്ങ് വിജയിക്കും. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഗബ്രിയുടെ എവിക്ഷൻ മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഗബ്രിയെ പുറത്താക്കിയത് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പൊ സംശയം വർദ്ധിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഇഷ്ടമുള്ള മത്സരാർത്ഥി വിജയിക്കാനായിട്ട് ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുക. അതും ഒരാഴ്ച 5 വോട്ടുകൾ ഉണ്ടെങ്കിൽ 5 വോട്ടും ഒരാൾക്ക് തന്നെ കൊടുക്കുക. അല്ലാതെ 2 വോട്ടുകൾ എടുത്ത് എക്സിനും 3 വോട്ടുകൾ എടുത്ത് വൈക്കും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി വിജയിക്കാൻ പോകുന്നില്ല. 5 വോട്ടുകളും ഒരാൾക്ക് തന്നെ കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ആരോടും ഹേറ്റ് വെച്ചിട്ട് പുറത്താക്കാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്യാതിരിക്കുക. ഫിനാലെ ആഴ്ച വളരെ നിർണായകമാണ്. എങ്ങനെ വേണേലും വോട്ടുകൾ അട്ടിമറിയാം. ഇപ്പം ജിൻഡോ സെക്കൻഡ് വരാൻ വേണ്ടിയിട്ട് ഹാഫിസ് ഇങ്ങനെ ഒരു കളി കളിക്കൂ എന്നുള്ളത് എനിക്ക് 50ാമത്തെ ദിവസം പോലെ നല്ല സംശയം ഉണ്ടായിരുന്ന കാര്യമാണ്. അപ്പം ഈ ഒരു സംശയം ഇപ്പൊ വർദ്ധിച്ചു. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ കമന്റ് ഇടുക നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.